അത്യധികം ആദരവോടെ കൈരളിക്ക് വേണ്ടി അബുദാബിയിലെ മലയാളി ഹൃദയത്തിനു വേണ്ടി ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വേദിയിലേക്ക് ക്ഷണിക്കും. നമുക്ക് പറഞ്ഞു മുഖ്യമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ മറ്റ് അതിഥികൾ കയറുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട് എന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് എന്താണ് ചോദിക്കാനുള്ളത്? അത് റിട്ടേഴ്സ് അറിയണ്ട, അത് അബുദാബിയിലെ മലയാളി സുഹൃത്തുക്കൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് ചോദിച്ചോളൂ. അല്ലെ, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇതൊരു ചരിത്രമാണ്. ഇതിനു മുമ്പ് ആരും 10 വർഷം തുടർച്ചയായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോ ആദ്യത്തെ 5 വർഷവും രണ്ടാമത്തെ 5 വർഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഭരണം തന്നെ കഴിഞ്ഞു വരുന്ന അടുത്ത 5 വർഷമാണ്. അപ്പൊ ഈ 2 വർഷങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ 5 വർഷവും ഭരിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും കേരളത്തിലുണ്ടായത്? ഒരു പ്രധാന കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു ഘട്ടം നാട് നേടിയ പുരോഗതി 2016 മുൻപുള്ള കാലമെടുത്താൽ അതേ രീതിയിൽ നിലനിർത്താനോ തുടർച്ചയുണ്ടാക്കാനോ കഴിയാറില്ല. നേരെ മറിച്ച് അധോഗതിയിലേക്ക് പോയി അനുഭവം. എന്നാൽ 2021 തുടർ ഭരണം സമ്മാനിച്ചപ്പോൾ 2016-21 കാലത്ത് എന്താണോ നടപ്പാക്കിയത് അവ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഫലം സൃഷ്ടിക്കാനും കഴിഞ്ഞു. അതിന്റെ ഭാഗമാണ് അതിദാരിദ്ര്യമുക്തമായ കേരളം. ഒരുപക്ഷെ ഇവിടെ വരുമ്പോൾ മുഖ്യമന്ത്രിമാർക്ക് ആർക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല ദുരന്തങ്ങളും പകർച്ചവ്യാധികളെയും അഭിമുഖീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. വെള്ളപ്പൊക്കവും കോവിഡുമൊക്കെ എങ്ങനെ എത്ര മനധൈര്യത്തോടുകൂടി, എത്ര ധൈര്യത്തോടുകൂടി, എത്ര ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം നേരിട്ടു. ഇതിനൊക്കെയുള്ള ഒരു ധൈര്യം എന്തായി? അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത, നമ്മുടെ ജനതയുടെ പ്രത്യേകത. നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കിയത്. അതാണ് അസാധ്യം എന്ന ഒന്ന് ഇല്ല എന്നത് കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചു, ഇത് പറഞ്ഞപ്പോൾ എന്റെ സ്നേഹിതൻ അബ്ദുൽ വഹാബ് തലകുലിക്കൊണ്ടിരിക്കുക. അബ്ദുൽ വഹാബ് പഴയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഓൾഡ് കൈരളി ഡേയ്സ്. പിന്നെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് പ്രതിരോധങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. ഇതൊക്കെ അങ്ങയിൽ എന്ത് തരത്തിലുള്ള വികാരമാണ് വളർത്തിയത്? ഇതിനോടൊക്കെ എങ്ങനെയാണ് അങ്ങ് മനസ്സുകൊണ്ട് പ്രതികരിക്കുന്നത്? പൊതുവേദിയിൽ പോട്ടെ, മനസ്സിൽ എന്ത് തോന്നിയപ്പോഴൊക്കെ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അതൊന്നും എന്നെ ബാധിക്കാറില്ല. അത് ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് അവരവരുടേതായ വഴിക്ക് പോകുന്നു. അതിന്റെ പിന്നാലെ പോകാൻ എനിക്കോ നമുക്കോ നേരമില്ല. എനിക്കും നമുക്കും വേറെ ചില വഴികൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ നിർവഹിച്ചാൽ നാട് കൂടുതൽ നല്ല നിലയിലേക്ക് മുന്നേറും.
മികച്ച പത്രപ്രവർത്തകനാകാനുള്ള ഒരു കഴിവ് മമ്മൂക്കയ്ക്കുണ്ട് എന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് നമ്മൾ മറ്റതിഥികളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. പ്രവർത്തകനായിട്ട് ബ്രിട്ടാസ് എന്നാ മതി. ഞാനിപ്പോ ചെയ്യുന്ന തൊഴിൽ തന്നെ ചെയ്യും.